നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 670 670. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 670. കഴിഞ്ഞ എപ്പിസോഡിൽ 169 സർഗം, അതിൽ 169 ഭഗവത് ഗാർഹ്യസ്ഥ ദർശനവും ഭഗവത് അനുഗ്രഹവും. കുറച്ച് നീണ്ട സർഗമാണത്. അതിൽ 44 ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമസ്കരിച്ചെഴുന്നേറ്റു പുളകാഞ്ചിത വിഗ്രഹൻ ഒട്ടൊട്ടു പുഞ്ചിരിക്കൊണ്ടു ചൊല്ലിനാൻ തൊഴുത് ഈ വണ്ണം. നമസ്കരിച്ചെഴുന്നേറ്റു പുളകാഞ്ചിത വിഗ്രഹൻ ഒട്ടൊട്ടു പുഞ്ചിരിക്കൊണ്ടു ചൊല്ലിനാൻ തൊഴുത് ഈ വിധം. അർത്ഥം വളരെ ക്ലിയറാണ്. ഇനി അടുത്ത ശ്ലോകത്തിലെ സ്തുതിയാണ്. അനന്തമൂർത്തേ നിൻ മായാവിലാസം പരമാത്ഭുതം. നാരദർ പറയാണ്, അങ്ങ് അനന്തമൂർത്തിയാണ്. അങ്ങയുടെ മൂർത്തി വൈഭവങ്ങളെ അനുമാനിക്കാൻ പറ്റില്ല. നിൻ മായാവിലാസം പരം അത്ഭുതമാണ്. ഇതേ കൺകൊണ്ടു നേരിട്ടു കണ്ടേ നിൻ കൃപയൊന്നിനാൽ. നിൻ്റെ കൃപ ഉണ്ടായാൽ മാത്രം മതിയോ? എനിക്ക് കണ്ണുണ്ടായിട്ട് കാര്യമുണ്ടോ? നിൻ്റെ കൃപയുണ്ടെങ്കിലേ അങ്ങയുടെ വിഭൂതി എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ കൺകൊണ്ടു നേരിട്ടു കണ്ടേ നിൻ കൃപയൊന്നിനാൻ. നാഥ നിൻ കീർത്തിയാൽ മിന്നിത്തിളങ്ങും പാരിലൊക്കെയും. ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്. അത് സർവേശ്വരനാണ്, അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം ആണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത്. അത് മനസ്സിലാക്കണം. നാഥ നിൻ കീർത്തിയാൽ മിന്നി തിളങ്ങും പാരിലൊക്കെയും കൃഷ്ണലീലകൾ പാടിയിടാൻ അലിഞ്ഞൊന്ന് ആജ്ഞയേകണം. അനുഗ്രഹിക്കണം എന്നല്ല വാക്ക് ഉപയോഗിച്ചത്, ആജ്ഞയേകണം. എന്നെ അങ്ങ് നിയോഗിക്കണം എന്നാണ് പറഞ്ഞത്. കൃഷ്ണലീലകൾ പാടിയിടാൻ അലിഞ്ഞൊന്ന് ആജ്ഞയേകണം. ദേവമാമുനിതൻ പുണ്യവാഗ്മാധുരി നുകർന്നുടൻ തിരുവുള്ളം തെളിഞ്ഞ് ഈ മട്ട് അരുൾ ചെയ്താൻ യദൂത്തമൻ. ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലേ. ദേവമാമുനിതൻ പുണ്യവാഗ്മാധുരി. വാക്ക് മധുരം ഉണ്ടായാൽ മാത്രം പോരാ, പുണ്യമുള്ളതായിരിക്കണം. പുണ്യവാഗ്മാധുരി നുകർന്നുടൻ തിരുവുള്ളം തെളിഞ്ഞ്, ഭഗവാന്റെ ഉള്ളം തെളിഞ്ഞ് ഈ മട്ട് അരുൾ ചെയ്താൻ യദൂത്തമൻ. അതായത് യദുക്കളിൽ രാജാവായിരിക്കുന്ന ഭഗവാൻ അല്ലേ. ആ രാജാവ് എന്നുള്ളതിന് വാക്കാർത്തെടുക്കരുത്, അത് ഉഗ്രസേനനാണ്. പക്ഷേ യദുക്കൾ ഇന്ന് ഈ ലോകത്തിൽ അറിയുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ യദുകുലത്തിൽ ജനിക്കുക കാരണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ധർമ്മോപദേശം പാരന്നു ചെയ്തും പ്രോത്സാഹമേകിയും. ഭഗവാൻ ഈ കൃഷ്ണാവതാരത്തിൽ എന്താ വലിയൊരു കാര്യം ചെയ്തത്? ധർമ്മോപദേശം പാരന്നു ചെയ്തും. അർജുനനാണ് ഗീത ഉപദേശിച്ചത്, പക്ഷേ അത് ലോകത്തിന് വേണ്ടിയിട്ടാണ്, ലോകോപകാരമായിട്ടുള്ളതാണ്, ലോകത്തിലുള്ള എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. എല്ലാവരുടെയും ദുഃഖമില്ലാതെ ഉണ്ടാക്കാൻ ഭഗവത്ഗീതയ്ക്ക് കഴിയും. ധർമ്മോപദേശം പാരന്നു ചെയ്തും പ്രോത്സാഹമേകിയും അനുഷ്ഠിച്ച് അനുമോദിച്ചും തന്നെ വാഴേണ്ടതല്ലീ ഞാൻ. അല്ലേ, അനുമോദിക്കണം. ഭക്തനും വേണം, ഭഗവാനും വേണം. ഭക്തൻ ഭഗവാനെ അനുമോദിച്ചാലാണ് ഭഗവാൻ ഭക്തനെ അനുമോദിക്കുള്ളൂ. മകനെ മർത്യരൂപത്തിൽ വാണാലും പരനായ ഞാൻ. ഇവിടെ ഭഗവാൻ നാരദരെ വിളിച്ചതെന്താ? മകനെ അല്ലേ.
അപ്പോൾ മകനെ മർത്യരൂപത്തിൽ മനുഷ്യരൂപത്തിൽ വാണാലും പരനായ ഞാൻ, എല്ലാവർക്കും മീതെയായിരിക്കുന്ന ഞാൻ, വെറും പ്രാകൃതനായി പോമെന്നോർത്തേതും മാഴിടായിക നീ. അന്തിമ ഉപദേശമാണ് നാരദർക്ക്. ഈ 16,008 വധൂഗൃഹങ്ങളിൽ ഞാൻ ആടിയിട്ടുള്ള ലീല നീ മനസ്സിലാക്കിയിട്ട് ഒരിക്കലും നീ ഇത് വിചാരിക്കരുത്. ഏത്? വെറും പ്രാകൃതനായി പോമെന്നോർത്തേതും മാഴിടായിക നീ. ഞാൻ ലോകവ്യവഹാരം ചെയ്തു, അതിലെനിക്ക് പങ്കില്ലാതാ. നിങ്ങളെപ്പോലെ മായാമോഹിതനല്ല ഞാൻ മായയ്ക്ക് മേലെയാണ്. മായ എൻ്റെ ആജ്ഞാനുവർത്തിയാണ്. അതുകൊണ്ടാണ് ഈശ്വര വാക്കുകളെ നമ്മൾ അനുമോദിക്കണം. ആ വാക്കുകളുടെ വൈഭവം നമ്മൾ മനസ്സിലാക്കിയെന്ന് ധരിച്ചാൽ മോശമായി. ഈ വണ്ണം ഗൃഹധർമ്മങ്ങൾ വേണ്ടും മട്ട് ആചരിപ്പതായി കണ്ടാൻ എല്ലായിടവും ഒരേ കൃഷ്ണനെ തന്നെ ഭാഗ്യവാൻ. ഈ 16,008 ഗൃഹങ്ങളിലും ഇദ്ദേഹം ഇറങ്ങിക്കയറി വിചാരിച്ചാലും ഒരേ കൃഷ്ണനെ ആണ് കണ്ടത്. എന്നിട്ടോ കണ്ടാൻ എല്ലായിടവും ഒരേ കൃഷ്ണനെ തന്നെ ഭാഗ്യവാൻ. ആരെ ധ്യാനിച്ച് വൈരാഗ്യാദികൾ മിന്നിപ്പൂ യോഗികൾ. ഈ ധ്യാനം ശരിയായ മട്ടിലായാൽ വൈരാഗ്യമുള്ളവർക്ക് ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിക്കാൻ പറ്റുള്ളൂ. ഗുരുവായൂർ പോയി നെയ്റോസ്റ്റ് കഴിച്ചതോടുകൂടി അമ്പലത്തിൽ പോയതൊക്കെ മറക്കും. പിന്നെയും വിദ്വേഷ പ്രകടനങ്ങളാണ് വ്യക്തികൾക്ക് ഉണ്ടാവുക. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വിഷയാസക്തനെ പോൽ ആ വിശേഷരൻ വിളയാടിനൻ. വിഷയാസക്തനെ പോലെ, വിഷയാസക്തനായിരുന്നില്ല, വിഷയാസക്തനെ പോലെ. കള്ള് കുടിച്ചിട്ട് ഒരാൾ ദ്രോഹിക്കേണ്ടതും കള്ള് കുടിച്ച് നടിച്ച് ഒരാൾ ദേഷ്യപ്പെടണം കൂടിയിട്ട് വ്യത്യാസമുണ്ടല്ലേ? മനുഷ്യലീലയാർന്ന് ഈ മട്ട് ഏറെ മിന്നും മഹാപ്രഭു. മനുഷ്യലീലയാർന്ന് ഈ മട്ട് ഏറെ മിന്നും മഹാപ്രഭു. തന്നെ സ്മരിപ്പിച്ചെന്നേക്കും ഏകീശം ശുദ്ധി മന്യതിൽ. തന്നെ എന്നേക്കും ഏകീശം ശുദ്ധം മന്യതിൽ. അല്ലേ? ഭക്തോത്തമങ്കൽ നാരദനിൽ അധികം ഭഗവാൻ കനിഞ്ഞ ലീലാവിലാസം ഇതു പാടുകിലില്ല വാദം. സംശയമൊന്നുമില്ല. സംസാരമോചനം അതോതുക വേണ്ട. കൃഷ്ണപ്രേമത്തിൽ മിന്നി വിലസിയിടും അവൻ ജഗത്തിൽ. ഈ ഭൂമിയിൽ കൃഷ്ണപ്രേമത്തിൽ വിലസിയിടും ഇത് കേട്ട് ആനന്ദിക്കുന്നവർ എന്ന് അനുഗ്രഹം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഏകോനസപ്തത്യധികശതതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 170 സർഗം. പാണ്ഡവരുടെ ഭഗവത് ഭക്തി രാജസൂയ ഉദ്യമം. കഥ വേറെ ആവുകയാണ്. മനസ്സിലായില്ലേ? അതെങ്ങനെയൊക്കെയാ? ഉത്സാഹമുള്ളിലൊട്ടേറെ തുളുമ്പി മുനിപുങ്കവൻ. ശ്രദ്ധിക്കുക. ഉത്സാഹമുള്ളിലൊട്ടേറെ തുളുമ്പി മുനിപുങ്കവൻ വീണയിൽ കൃഷ്ണഗീതങ്ങൾ മീട്ടിയും കൊണ്ടു ചെന്നുടൻ വിസ്തരിച്ചോദിനാൻ കുന്തിസുതന്മാരോട് സർവവും. എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചത് എന്ന് ഭഗവാനെ കണ്ടിട്ട് ഞാൻ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് പാണ്ഡവന്മാരിൽ നാരദര് വിസ്തരിച്ച് പറഞ്ഞു. ദ്വാരകാ നഗരത്തിങ്കൽ ചെന്നതും ഭക്തവത്സലൻ തന്നിൽ കാണിച്ച കാരുണ്യമേറും അത്ഭുതലീലയും ആനന്ദമാർന്നു കൈകൂപ്പി മെല്ലെ ഓതി യുധിഷ്ഠിരൻ. അതൊക്കെ കണ്ടും കേട്ടും മറ്റേ എന്താണെന്നാ പറയുക, പിന്നെ ധർമ്മപുത്രർക്ക് വലിയ സന്തോഷം, പറഞ്ഞാലറിയാത്ത
അറിയിക്കാത്ത സന്തോഷമുണ്ടായി. അതെങ്ങനെയാണ് ഇനി അനുഭവിക്കാൻ പോണത് എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാക്കിയ ഒരു വിചാരഗതി. രാജസൂയയാഗം ചെയ്യണം, അദ്ദേഹത്തിനെ അഗ്രപൂജയ്ക്ക് ഇരുത്തി എന്നുള്ള ഒരു രീതിയിൽ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അറ്റൻഷൻ മാറുന്നത് വലിയ ഒരു വേട്ടാളൻ അവിടെ ഇവിടെയും കൂടി ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് ഏതൊക്കെ വഴിക്കാണ് വരണത് നോക്കുക. എൻ്റെ വഴിക്ക് വരുന്നുണ്ടോ എന്നാണ് നോക്കണത്. അല്ലെങ്കിൽ പിന്നെ ഇത് ഡിസ്റ്റർബ് ചെയ്തിട്ട് അയാളെ ഒതുക്കണം. അല്ലാണ്ട് കുറച്ചിൽ അടുത്തേക്ക് വന്നാൽ അടിക്കന്നെ നിവർത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ പേടിച്ചിട്ട് ഈ റൂമിൽ ആരും കയറി പിന്നെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ കൂട്ടാകണില്ല. അതാണ് പ്രശ്നം. ആവട്ടെ. അപ്പോൾ പറഞ്ഞു, കുറേ നാളായി എനിക്കുള്ളൊരാഗ്രഹം ചൊല്ലിടുന്നു ഞാൻ. ആരാ പറഞ്ഞത്? ധർമ്മപുത്രര് നാരദരോട് പറയാണ്, എൻ്റെ ഉള്ളിൽ കുറേ നാളായിട്ട് ഒരാഗ്രഹമുണ്ട്. അത് ഇതുവരെ ഞാൻ പുറമെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാം എന്ന് പറയണം. കുറേ നാളായി എനിക്കുള്ളൊരാഗ്രഹം ചൊല്ലിയിടുന്നു ഞാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ അമ്പാർന്ന് ഇവിടം സകുടുംബമായി, ഭഗവാൻ സകുടുംബം ഇവിടെ വന്ന് എന്ത് ചെയ്യണം? ഒട്ടുനാളെങ്കിലും പാർത്ത് കാണുവാൻ ഇവയൊക്കെയും കൃഷ്ണൻ്റെ കരുണാലേശം കൊണ്ടു സാധിച്ചതാം മുനെ. അതായത് ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകളെ കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഹസ്തിനപുരത്തിൽ ഒരു നമ്മുടെ എൻ്റെ അനിയൻ അർജുനൻ ഗാന്ധീവദാഹത്തിന് ആളായി. അപ്പം മയനെ രക്ഷിക്കുക കാരണം മയൻ ഞങ്ങൾക്ക് നല്ലൊരു ആസ്ഥാന മന്ദിരമൊക്കെ തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭഗവാനെ വിളിച്ച് വരുത്തി ഇവിടെ താമസിപ്പിച്ച് എനിക്കൊരു രാജസൂയയാഗം ചെയ്താൽ തർക്കടില്ല എന്നാണ് ഇനി പറയാൻ പോണത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനൊരു കയ്യിൽ പുസ്തകമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വേട്ടാളൻ എന്നെ വന്ന് ആക്രമിക്കുകയാണെങ്കിൽ ഒന്ന് വീശാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ നാളായി എനിക്കുള്ളൊരാഗ്രഹം ചൊല്ലിടുന്നു ഞാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ അമ്പാർന്നിവിടം സകുടുംബമായി ഒട്ടുനാളെങ്കിലും പാർത്തു കാണുവാൻ ഇവയൊക്കെയും കൃഷ്ണൻ്റെ കരുണാലേശം കൊണ്ടു സാധിച്ചതാം മോനെ. നമ്മൾക്കൊക്കെ എന്തൊക്കെ ഇന്നുണ്ടോ അതൊക്കെ ഈശ്വരൻ്റെ കരുണയാണ് എന്നുള്ളൊരു ബോധം നമ്മൾക്കുണ്ടാവണം. വീട് വെച്ചു, വീട് വയ്ക്കാൻ സാധിച്ചു, വാഹനം വാങ്ങി, കുട്ടികൾ നന്നായി, അല്ലേ, കുട്ടികളെ ഉദ്യോഗം നന്നായി, ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഭാഗവതം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായിട്ടുള്ളൊരു അനുഗ്രഹം വേറെ ഇല്ല എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായില്ലേ? അപ്പോൾ രുക്മിണ്യാദി മഹാലക്ഷ്മിമാരെ ഒന്ന് വണങ്ങുവാൻ. രുക്മിണി മഹാലക്ഷ്മിയുടെ അവതാര. അപ്പോൾ രുക്മിണീനെ ഒന്ന് വണങ്ങിയാൽ മഹാലക്ഷ്മീനെ വണങ്ങിയ കൂട്ടത്തിലായി. രുക്മിണ്യാദി മഹാലക്ഷ്മിമാർ, ഭഗവാന്റെ ഭാര്യമാരൊക്കെ മഹാലക്ഷ്മിമാരാന്നാണ് പിന്നെ പറഞ്ഞത് അല്ലേ. രുക്മിണ്യാദി മഹാലക്ഷ്മിമാരെ ഒന്ന് വണങ്ങുവാൻ അതെല്ലാം ഇന്ന് ലോകത്തിൽ ആർക്കും ആശിച്ചിടാവതോ. ഭഗവാനുള്ള കാലല്ലേ ഭഗവാന്റെ കുടുംബത്തിനെയും കൊണ്ട് വന്ന് താമസിപ്പിക്കാൻ ഉള്ള കരുണ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കലികാലത്ത് നമുക്ക് അങ്ങനെ ആശ്വസിക്കാൻ പറ്റുമോ? സ്വന്തം സഹോദരി സഹോദരന്മാർ കുടുംബടക്കം വന്നാൽ വാതിൽ പൂട്ടിപ്പോണ കാലമാണല്ലേ. അങ്ങനെയാണ്. ഏട്ടാ ഞാൻ അങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വാല് പൊട്ടിപ്പോവും. അല്ല മോളെ ഞാൻ അനിയത്തി നിന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞാൽ വാല് പൊട്ടിപ്പോവും. അങ്ങനൊരു കാലമായിട്ട് മാറി ഇപ്പോൾ. അപ്പോൾ അത്രയല്ല അംബുജാക്ഷൻ്റെ കൊച്ചു കൊച്ചു കിടങ്ങളെ എടുത്തുലാളിച്ചവർ തന്നുണ്ണിക്കൈകളിലൊക്കെയും ഓരോ കസവണി കൊച്ചു പൂമ്പട്ടു തുകിലെങ്കിലും ഭഗവാന്റെ എണ്ണിയാൽ തീരാത്ത കിടാങ്ങളെ, അവരുടെ കൊച്ചു കിടാങ്ങൾ, പേരക്കുട്ടികളെ അവരുടെ സ്വന്തമാണ് ഞാനെന്നുള്ള ധാരണയിൽ ഓരോരുത്തർക്കും ഒരു പാവുമുണ്ട് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യം എന്തായിരിക്കുന്ന. കയ്യിൽ മുതലുണ്ടായാൽ പോരാ, കൈ ഒഴിച്ച് ദാനധർമ്മം ചെയ്യാൻ സാധിക്കണം, സന്തോഷിപ്പിക്കാൻ സാധിക്കണം കുടുംബക്കാരേനെ. അല്ലാണ്ട് നേരെ ഗുരുവായൂർ പോയിട്ട്
ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്തുവെന്നോ അല്ലെങ്കിൽ അത് നടത്തിയതോ അല്ലെങ്കിൽ 1,50,000 രൂപ കൊടുത്ത് 2,00,000 രൂപ കൊടുത്ത് വാദ്യസഹിതം വലിയ ചുറ്റുവിളക്ക് കഴിച്ചു എന്നുള്ളതല്ല മേന്മ. കാരണം എന്താ, ജീവിച്ചിരിക്കുന്നവരിൽ ഭഗവാൻ ശ്രീഹരി ബാലാഗ്രശതഭാഗസ്യ വിസ്തരസേകോ ജീവ പ്രമാണത്തിൽ ഇരിക്കുന്നുണ്ട്. ഇതറിയാണ്ട് നമ്മൾ ഭാഗവതം പഠിച്ചിട്ട് എന്താ കാര്യം? ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കണത് എന്ന് മനസ്സിലാക്കാണ്ട് ഭാഗവതം പഠിച്ചിട്ട് എന്താ കാര്യം? ഭാഗവതം കേട്ടിട്ട് എന്താ കാര്യം? വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് എന്താ കാര്യം? മഹാവിഷ്ണു പ്രീത്യർത്ഥമാണോ വായിക്കണത്, അതോ ലൊട്ടിലൊടുക്ക് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണോ? ഉത്തരം പറയണം. അപ്പോൾ ഓരോ കസവണി കൊച്ചുപൂം തുകിലെങ്കിലും വെച്ച് മോദിക്കുവാനെന്നാൽ അത് ചൊല്ലേണ്ടതെങ്ങനെ? നാരദരെ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട്, അത് എങ്ങനെ പറയുക ഭഗവാനോട്? അങ്ങ് ഉത്സാഹിച്ച് ഒന്ന് മുട്ടിച്ചു തരുമോ? എല്ലാവരും നാരദരെയാണ് കാണുന്നത്. ഭഗവാനെ കൊണ്ട് ഒരു കാര്യം നടക്കണമെങ്കിൽ നാരദരോട് പറഞ്ഞാൽ നടക്കുന്നതാണ് ശ്രുതി, അല്ലേ? അവിടുന്നത് ഉപായത്തിലൊന്നുണർത്തിക്കണം പ്രഭോ. അങ്ങ് സമയം കിട്ടുമ്പോൾ ഒന്ന് അതുവരെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി തന്നാൽ തർക്കടില്ല. അവിടുന്ന് അത് ഉപായത്തിലൊന്നുണർത്തിക്കണം പ്രഭോ. ധർമാത്മജൻ ചൊൽവതു കേട്ട് അജന്മാരൊരേ വിധം സന്തോഷമല തല്ലിക്കൊണ്ട്, അനുജന്മാരെന്നാണ് വേണ്ടത്. ചൊൽവത് കേട്ട് അനുജന്മാരൊരേ വിധം, അവിടെ നാന്നുള്ളൂ, നൂന്നില്ല. ഇതാണ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹം. വായിക്കുമ്പോൾ അക്ഷരങ്ങളെ അറിഞ്ഞ് വാക്കിൻ്റെ ഉച്ചാരണം നന്നാക്കുക മോനെ. നിനക്ക് മലയാളം അറിയില്ല, സംസ്കൃതം അറിയില്ല, പറഞ്ഞു അദ്ദേഹം എൻ്റെ അടുത്ത്. പക്ഷേ അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ തെറ്റൊക്കെ കണ്ടുപിടിച്ച് നേരാക്കാനുണ്ട്. അദ്ദേഹത്തിന് അറിയാം അല്ലേ? 2005 കാലഹരണപ്പെട്ടു. ഇന്നും എൻ്റെ മുമ്പിലും പിമ്പിലും ഇടതും വലതും മേലും കീഴും നിന്നിട്ട് അദ്ദേഹം അനുഗ്രഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല ഈ പ്രായത്തിൽ. ഇനി അതും ഉള്ളു പറയാം. അപ്പോൾ ധർമാത്മജൻ ചൊൽവത് കേട്ട അനുജന്മാരൊരേ വിധം സന്തോഷം മലതല്ലിക്കൊണ്ടോതിനാരുടൻ ഇങ്ങനെ. എന്താ പറഞ്ഞത്? ജ്യേഷ്ഠന് വേണ്ടുര ചെയ്വതിനായി തോന്നും എപ്പോഴും. ജ്യേഷ്ഠന് വേണ്ടത് ഉര ചെയ്വതിനായി തോന്നും എപ്പോഴും. 4 ആളും പറഞ്ഞു, ഞങ്ങളുടെ ഏട്ടനാച്ചിട്ട് പറയല്ല, ഏട്ടന് സന്ദർഭോചിതമായി കാര്യങ്ങൾ ഭഗവാൻ തോന്നിപ്പിക്കുന്നുണ്ട്, അതന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിജയം എന്ന് അവർ പുകഴ്ത്തി പറഞ്ഞു ഏട്ടനെ. ഞങ്ങൾക്കൊക്കെയും ഈ ആശ ഉള്ളിൽ മുട്ടിട്ടു നിൽക്കയാം. അദ്ദേഹം അത് പൂവണിയിപ്പിച്ചു. ഇനി കായാക്കി തരേണ്ടത് നാരദരെ അങ്ങാണ്. ഞങ്ങൾക്കൊക്കെയും ഈ ആശ ഉള്ളിൽ മുട്ടിട്ടു നിൽക്കയാം. മക്കൾ തൻ മുഴുകേട്ട് അമ്മയ്ക്ക് ആനന്ദാശ്രു പൊടിഞ്ഞുപോയി. കുന്തി ദേവിക്ക് ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷമില്ല. എൻ്റെ സഹോദരപുത്രനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ എല്ലാ ഭാര്യമാരോടും മക്കളോടും പേരക്കുട്ടികളോടും കൂടി ഇവിടെ വന്ന് കുറച്ചു കാലം താമസിക്കുന്നു പറഞ്ഞപ്പോൾ എത്ര ദിവസം വേണം എനിക്ക് എൻ്റെ സഹോദരപുത്രനായിരിക്കുന്ന കൃഷ്ണൻ്റെ കുട്ടികളെയും പേരക്കുട്ടികളെയും ലാളിക്കാൻ? എണ്ണി ഒതുങ്ങില്ല എന്നാ അല്ലേ? ശരിയല്ലേ? പാഞ്ചാലി ഭദ്രയും മറ്റും തിടുക്കി മുനിവര്യനെ. പാഞ്ചാലിക്ക് അതിലേറെ സന്തോഷം. സുഭദ്ര, എൻ്റെ ആങ്ങളെയും ഭാര്യമാരും കുട്ടികളും ഇവിടെ വന്നാൽ എനിക്ക് പിന്നെ ആനന്ദം പരമാനന്ദല്ലേ. പാഞ്ചാലി ഭദ്രയും മറ്റും തിടുക്കി മുനിവര്യനെ. അവർ ഞങ്ങളും കൂടിയും ഭാഗഭാക്കാണ് ഈ ആഗ്രഹത്തിൽ. ഒന്ന് അറിയിക്കണേ, ഒന്ന് സ്പീഡാക്കണം കേട്ടോ. കാരണം സുഭദ്രയ്ക്ക് പറയാൻ കുറേ കൂടി അവകാശമുണ്ട്. കാരണം എന്താ, നാരായണ നാരായണ എന്ന് ചൊല്ലിയിട്ട് എപ്പം നോക്കിയാലും ദ്വാരകയിലാവും നാരദരെ. ആ നാരായണ വചനങ്ങൾ കേട്ടിട്ട് വളർന്നുള്ള ആളാണ് സുഭദ്ര അല്ലേ? അപ്പോൾ സുഭദ്രയ്ക്ക് അതിൽ കുറച്ചുകൂടി സ്വാധീനമുണ്ട് പറയാൻ.
ഭക്തന്മാരുടെ ഭാവം കണ്ടരുളി ചെയ്തു മാമുനി. അപ്പം ഇവിടെ വ്യക്തികളെയല്ല കണ്ടത്, കൃഷ്ണനെ സ്മരിച്ചും കൊണ്ടിരിക്കുന്നവരൊക്കെ ഭക്തന്മാരാണ്. അപ്പോൾ കൃഷ്ണനെ ഇവർ സ്മരിക്കുക മാത്രമല്ല, കൃഷ്ണനെ സകുടുംബം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ആദരിക്കണം എന്ന് വിചാരിക്കുന്നതാണ് ഭക്തിയുടെ ഉദാത്തമായ അവസ്ഥ, അല്ലേ? അപ്പോൾ എന്നാൽ അത് ഈ വിധം മാത്രമായാൽ പോരെന്നു ചൊല്ലൂ ഞാൻ. അതായത് വേറെ പറയാം, എന്നാലേ അങ്ങനെ വെറുതെ അങ്ങോട്ട് വന്നിട്ട് ഇരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അലങ്കാരം കൊടുക്കണ്ടേ നമ്മൾക്ക്? രാജസൂയ മഹായജ്ഞം കൊണ്ടു തന്നെ യജിക്കണം. രാജസൂയം എന്ന യാഗം കൊണ്ട് ഭഗവാനെ യജിക്കുക, സേവിക്കുക. യജിക്കുക എന്ന് പറഞ്ഞാൽ സേവിക്കുക. അതാണ് എല്ലാ ദിവസവും ദേവകീസുതനെ പ്രേമപൂർവം സപരിവാരമായി സർവേശ്വരനെ നിങ്ങൾക്ക് ഇന്ന് അത് സാധിക്കുമെന്നു ഞാൻ ഉറപ്പു ചൊല്ലിനേൻ. ഒട്ടും മടിച്ചിടേണ്ട, നന്മയിൽ ആവുന്ന കാലം സാധിപ്പോൻ ചെയ്യണം സൽപ്രവൃത്തികൾ. സൽപ്രവൃത്തികൾ ചെയ്യാൻ വിലംബനം പാടില്ല. എപ്പൊക്കെ തോന്നുന്നു അപ്പൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം. ഭഗവാനെ ആദരിക്കുക എന്നുള്ളത് ഭഗവത് സ്മരണയിൽ ഒതുക്കിയാൽ പോരാ, യാഗയജ്ഞങ്ങളിൽ കൂടെ അത് പ്രകടമാക്കണം. അതിനാണ് ഈ സപ്താഹമൊക്കെ. ഭഗവാന്റെ വീരശൂര പരാക്രമങ്ങളെ അറിവുള്ളവരെ കൊണ്ട് പറഞ്ഞ് അറിയില്ലാത്തവരുടെ ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സത്തുക്കൾ ശ്രമിക്കണം എന്നാണ്. അപ്പോൾ അതൊന്നേ ലാഭമായി ആർക്കും അവശേഷിപ്പതു ഊഴിയിൽ. ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഭഗവാനെ പ്രീതിപ്പെടുത്തുക, അത് മാത്രമേ ഈ ഭൂമിയിലെ സജ്ജനങ്ങൾക്ക് ചെയ്യാറുള്ളൂ, സത്തുക്കൾക്ക്. അതൊന്നേ ലാഭമായി ആർക്കും അവശേഷിപ്പതു ഊഴിയിൽ. ഭൂമിയിലെ ഭക്തൻ്റെ വൈഭവം കണ്ടു മോദിച്ചിടട്ടെ സർവരും. നല്ല കാര്യങ്ങൾ ഒരാൾ എക്സിക്യൂട്ട് ചെയ്താൽ അതിനെ സാധാരണക്കാർ കീർത്തിക്കാതെ കണ്ടിരിക്കില്ല. ഞാൻ 2022 മാർച്ച് 5 വീട്ടിൽ ഒരു 1008 നാളികേരം എറിഞ്ഞൊരു വേട്ടക്കരം പാട്ട് നടത്തി. വേട്ടക്കരം പാട്ട് എന്ന് പറഞ്ഞാൽ നാളികേരേറെ കുറച്ച് കമ്മിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു 12,000-ൻ്റെ ഗമയിലായിരുന്നു പൂജയും അന്നദാനമൊക്കെ നടന്നത്. ഗംഭീരമായിട്ട് മേളം ഭയങ്കര ഗംഭീരമായി. മുല്ലയ്ക്കൽ പാട്ടും കോമരും അത് കണ്ടിട്ട് ഇപ്പോഴും സുഹൃജനങ്ങൾ എപ്പോഴെങ്കിലൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും വഴിയിൽ വെച്ചിട്ട്, എന്താ രാജേട്ട ഇപ്രാവശ്യം പൂരല്ലേ വീട്ടിൽ നിന്ന്. വെറുതെ കിട്ടുന്ന ഒരു ഉപചാരമാണത്. പൂരം, വീട്ടിലെ പൂരം എന്നാണ്, പൂരം പോലെയാണ് നടന്നതേ, അതിഗംഭീരമായിട്ട്. അങ്ങനെ 10 ആൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയാണ്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശ്രീകൃഷ്ണ കഥാമൃതം പറയുന്നുണ്ട്, മൂലം ഭാഗവതം പറയുന്നുണ്ട്. അതുകൂടാണ്ട് ഒരു 4 മാസത്തെ വ്യത്യാസത്തിൽ വീട്ടിൽ ഒരു 4 ദിവസം ക്ലാസ്. ആദ്യം മറ്റേ എന്താണെന്ന് പറയാം, നവരാത്രി വിജയദശമി ദിവസം ഉദ്ഘാടനം ചെയ്ത് വെള്ളി ശനി ഞായർ 3 ക്ലാസ്. ഈ ആഴ്ച മുതൽക്ക് അത് വ്യാഴം വെള്ളി ശനി ഞായറാക്കിയവർ, അവർക്ക് താല്പര്യം. അപ്പോൾ ഞാൻ വളരെയധികം ആനന്ദത്തിൽ ആറാടുകയാണ്. കാരണം യൂട്യൂബിൽ മൂലം പറയണു, പിന്നെ ക്ലാസ് അതന്നെ ക്ലാസ്സായിട്ട് എടുക്കണു. അപ്പോൾ ചവച്ച് അരച്ച രസം അനുഭവിക്കുക ഞാൻ, മനസ്സിലായില്ലേ? അപ്പോൾ പാണ്ഡുഭൂപതിയും പണ്ട് ഇത് ആഗ്രഹിച്ചുര ചെയ്തതാം. അപ്പോൾ വിചാരധാരയുടെ ഉടമസ്ഥനായിരിക്കുന്ന നാരദർ പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങളുടെ അച്ഛൻ രാജ്യം ഭരിക്കുമ്പോൾ എന്നോടൊരു പ്രാവശ്യം പറയണ്ടേ, എന്താ നമുക്കൊരു രാജസൂയ യാഗം ചെയ്യണ്ടേ എന്ന്. അത് അദ്ദേഹത്തിന് സാധിക്കാതെ കണ്ടുപോയി. അതായിരിക്കാം, ആ ആത്മാവിൻ്റെ ശുദ്ധഗതി കൊണ്ടാവാം
ധൃതരാഷ്ട്ര മഹാരാജ അല്ല സോറി എന്താ പറയുക ധർമ്മപുത്രർക്ക് തോന്നിയത്, യുധിഷ്ഠിരന് തോന്നിയത് എന്നാ പറഞ്ഞത്. പാണ്ഡുഭൂപതിയും പണ്ഡിതാഗ്രേച്ചുര ചെയ്തതാം ഗോകുലത്തിങ്കലൊട്ടേറെ വിളയാടിയ കോമളൻ വിശ്വം പാലിപ്പവൻ നിങ്ങൾക്ക് എത്രയും സ്വന്തമാം പ്രഭു. അങ്ങനെ ഒരു ഖ്യാതിയുണ്ട്. ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാർക്ക് സ്വന്തമാണ്. അതന്നെ എനിക്കും പറയുള്ളൂ. അദ്ദേഹം നമ്മുടെ സ്വന്തമാകാരനാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. വിശ്വം പാലിപ്പവൻ നിങ്ങൾക്കെത്രയും സ്വന്തമാം പ്രഭു എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നവർക്ക് സ്വന്തമാണ് ഭഗവാൻ. അതുകൊണ്ട് എനിക്കൊരു നിയോഗം ഉണ്ടായി ഇത് പറയാൻ. അത്രയേ ഉള്ളൂ. നമ്മളൊരു ബന്ധം ഭഗവാനാണ്. കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക്, പറയാനുള്ള നിയോഗം എനിക്ക്. അപ്പോൾ കൂട്ടിക്കൊണ്ടുപോന്നിടും ഞാൻ എനിക്കും ഇത് ഭാഗ്യമാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ ഇവിടെ എത്തിക്കേണ്ടത് എൻ്റെ കൂടി കടമയാണ്, എൻ്റെ കൂടി പുണ്യമാണ്. അപ്പോൾ ഭഗവാനെ കൊണ്ടുവന്നാൽ അത്രയും ദിവസം എനിക്കും ഇവിടെ താമസിക്കാമല്ലോ. നാരദർക്കുള്ള സുഖം എന്താ? നാരദർ ഇതിൻ്റെ മുമ്പ് 16,008 ഗൃഹങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുള്ള ഹാങ് ഓവർ മാറിയിട്ടില്ല അദ്ദേഹത്തിന്. അപ്പോൾ ഇനിയും കുറേ കാലം ഭഗവാന്റെ ഒപ്പം ഭഗവാന്റെ 16,008 ഭാര്യമാരോടും പുത്രന്മാരോടും പൗത്രന്മാരോടും കൂടിയിട്ട് എനിക്ക് ജീവിക്കാമല്ലോ. സകുടുംബം എഴുന്നള്ളും സരസീരുഹനേത്രനെ യഥാർഹം എതിരേറ്റിടാൻ ഒരുങ്ങിക്കൊള്ളുക സർവരും. ഞാൻ അദ്ദേഹത്തിനെ സകുടുംബം കൊണ്ടുവരും. എല്ലാവരും തിടുക്കത്തിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറായി കൊള്ളുക. ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ? സകുടുംബം എഴുന്നള്ളും സരസീരുഹനേത്രനെ യഥാർഹം എതിരേറ്റിടാൻ ഒരുങ്ങിക്കൊള്ളുക സർവരും. സൽപ്രവർത്തി ഇതെന്നേക്കും ലോകാനുഗ്രഹമായി വരും. 2 വരെയുള്ളൂ, അത് മതി. സൽപ്രവൃത്തി ഇത് എന്നേക്കും ലോകാനുഗ്രഹമായി വരും. ഭാഗവതമുള്ള കാലത്തോളം രാജസൂയം മറക്കാൻ പറ്റുമോ? ഇല്ല. സുധാമധുരമാം സൂക്തി നുകരും ഭാഗ്യശാലികളുടെ ഗുണമെന്താ? സുധാമധുരമാം അമൃത മധുരമായിട്ടുള്ളത് വാക്കുകൾ നുകരും ഭാഗ്യശാലികൾ. കണ്ണീർ കിണിഞ്ഞു കൈകൂപ്പി നിൽക്കെത്താൻ എഴുന്നേറ്റുടൻ. എല്ലാവരും ആനന്ദാശ്രുക്കൾ പൊഴിച്ച് നാരദരെ അങ്ങയ്ക്ക് അഭിനന്ദനം. കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ ചെറിയൊരു കാര്യം വലുതാക്കി ഒരു വിപ്ലവാത്മകമായ രീതിയിൽ ഞങ്ങളുടെ വിചാരധാരയെ ഉയർത്തി അത് എക്സിക്യൂട്ട് ചെയ്ത് തരാൻ ഞാൻ ക്ഷമിക്കാതെ കണ്ടിരിക്കില്ല. ഇതാ പോയി ഇതാ വന്നു എന്നുള്ള നിലയിൽ നിങ്ങളൊക്കെ ഉത്സാഹഭരിതന്മാരായിട്ട് ഇരുന്നോളൂ എന്ന് ഞങ്ങളെ കോഷൻ ചെയ്തുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ആ ഒരു ഈവൻ്റ് കഴിയാതെ കണ്ട് ഞങ്ങൾക്ക് മനഃശാന്തിയില്ല എന്ന് പറഞ്ഞാൽ തിടുക്കം. ഭഗവാനെയും സകുടുംബം ഭഗവാന്റെ ആൾക്കാരെയും കാണാനുള്ള തിരക്ക്. അപ്പോൾ കണ്ണീർ കിനിഞ്ഞു, എല്ലാവരും ആനന്ദാശ്രുക്കൾ പൊഴിച്ച് കൈകൂപ്പി നിൽക്കേ താൻ എഴുന്നേറ്റുടൻ അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ അദ്ദേഹം പാടാൻ തുടങ്ങി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മുകുന്ദ നാരായണ വാസുദേവ. ഈ വണ്ണം ആ മാമുനി വീണമീട്ടിയിറങ്ങിനാൻ ദ്വാരാവതിക്ക് അമന്തം പെട്ടെന്നാണ്. രാമശരം പോകുന്ന വേഗത്തിൽ, സുദർശനം പോകുന്ന വേഗത്തിൽ, മന്ദമല്ലാണ്ട് എന്നർത്ഥം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ മുകുന്ദ നാരായണ വാസുദേവ. ഈ വണ്ണം ആ മാമുനി വീണമീട്ടിയിറങ്ങിനാൻ ദ്വാരവതിക്കമന്തം.
ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ, കലികാലത്തെ നാശം ചെയ്യുന്ന ലീലാകാണ്ഡേ സപ്തത്യധിക ശതതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. അടുത്തത് ഭഗവാന്റെ ദിനചര്യയും രാജദൂതാഗമനവും അടുത്ത ദിവസം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ നിത്യപ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.